രണ്ട് മുൻ ലോക ചാമ്പ്യന്മാർ തമ്മിൽ കളിച്ച ഒരു കിടിലൻ ചെസ് ഗെയിം കണ്ടാലോ. ലോക ചാമ്പ്യന്മാർ വേറെ ആരുമല്ല, വ്ളാഡിമിർ ക്രാംനിക്കും സാക്ഷാൽ മാഗ്നസ് കാൾസനുമാണ്. വൈറ്റ് കളിക്കുന്നത് വ്ളാഡിമിർ ക്രാംനിക്കും, ബ്ലാക്ക് കളിക്കുന്നത് കാൾസനും. അപ്പോൾ വ്ളാഡിമിർ ക്രാംനിക്ക് അത്ര ആക്റ്റീവ് അല്ല, പക്ഷെ എന്നാലും തിരിച്ചു വന്ന് കാൾസനോട് ഒരു ബ്യൂട്ടിഫുൾ ഗെയിം കളിച്ചിരിക്കുകയാണ് ഇവിടെ ക്രാംനിക്ക്. ക്രാംനിക്ക് തുടങ്ങുന്നത് പോണിനെ E4 വെച്ചിട്ടാണ്. കാൾസൺ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഓപ്പണിംഗ് കളിക്കുകയാണ് A6. അപ്പോൾ ഇതിന് സെന്റ് ജോർജ് ഡിഫൻസ് എന്നാണ് വിളിക്കണേ. D4 കളിക്കുന്നു ക്രാംനിക്ക്, പോൺ C6. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഇത് ഒരു 3 മിനിറ്റ് ഗെയിമാണ്, ഒരു ബ്ലിറ്റ്സ് ഗെയിം പോലെയാണ്. അപ്പോൾ പെട്ടെന്നുള്ള മൂവ്സാണ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് അനലൈസ് ചെയ്യാൻ നമ്മൾ നിൽക്കുന്നില്ല. ഒരു ബ്ലിറ്റ്സ് ഗെയിം അനലൈസ് ചെയ്യുന്നതിലും വലിയ പ്രസക്തിയില്ല. ബിഷപ്പ് D3, D5, പോണിനെ പുഷ് ചെയ്യുന്നു. കാൾസൺ ഇവിടെ കളിക്കുന്നു, പോണിന് C5. അപ്പോൾ കളിച്ച മൂവ് ആദ്യം പോണിന് C7 നിന്ന് C6 കളിച്ചു, കുറച്ച് കഴിയുമ്പോൾ C5 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ കാൾസൺ വിചാരിക്കുന്ന നൈറ്റിനെ C6 ഭാവിയിലേക്ക് എനിക്ക് ഡെവലപ്പ് ചെയ്യണം. അതിനായിട്ടാണ് ഇവിടെ പോണിനെ C5 പുഷ് ചെയ്യണം. വെട്ടിയെടുത്ത് കഴിഞ്ഞാലും എനിക്ക് ജസ്റ്റ് E6 കളിച്ചിട്ട് അതിലേക്ക് തിരിച്ചു പഠിക്കാവുന്നേ ഉള്ളൂ, ഇതൊക്കെ കളിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് പോണിനെ C5 കളിക്കുന്നു. ക്രാംനിക്ക് C3 കളിക്കുന്നു, നൈറ്റ് C6, നൈറ്റിനെ E2 ഡെവലപ്പ് ചെയ്യുന്നു. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ബിഷപ്പിനെ G4 കളിച്ച് ഈ നൈറ്റിനെ പിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ നൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, കാൾസൺ ഇങ്ങനെ ഒരു മൂവ് കൂടെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. നൈറ്റ് വെച്ച് പോണിനെ എടുക്കുക, എടുത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പിൻ വരും. അപ്പോൾ അതുകൊണ്ട് പോൺ F3 കളിച്ചിട്ട് ഇവിടെ ക്രാംനിക്ക് ഇവിടെ കാൾസന്റെ ബിഷപ്പിനെ ഓടിച്ചു വിടാൻ നോക്കണം. കാൾസൺ ജസ്റ്റ് ഇവിടെ ബിഷപ്പിനെ ജസ്റ്റ് പുറകോട്ട് കൊണ്ടുപോകുന്നു. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നിങ്ങളാണ് ഇവിടെ വൈറ്റ് കളിക്കുന്നതെങ്കിൽ, ക്രാംനിക്കിൻ്റെ പൊസിഷനിൽ നിങ്ങളാണ് വൈറ്റ് കളിക്കുന്നതെങ്കിൽ എങ്ങനെ കളിക്കും? ഒബ്വിയസ് ആയിട്ടുള്ള മൂവ്സ് എന്ന് പറഞ്ഞാൽ നൈറ്റിനെ ഒന്നെങ്കിൽ F4 കളിക്കാം, നൈറ്റ് G3 കളിക്കാം, അതും അല്ലെങ്കിൽ കാസിലൊക്കെ ചെയ്യാം, വേറെ എന്തെങ്കിലും മൂവ് കളിച്ച് നോക്കാവുന്നതാണ്. ക്രാംനിക്ക് ഇതൊന്നുമല്ല കളിക്കുന്നത്. ക്രാംനിക്ക് ഗെയിം കുറച്ചുകൂടെ സ്പൈസപ്പ് ചെയ്യുകയാണ്. പോൺ E6 കളിച്ചിട്ട് കാൾസന്റെ കിങ് സൈഡിലേക്ക് നേരിട്ട് ത്രെട്ടൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് മൂവ് ഒന്നുമല്ല, പക്ഷേ ഇവിടെ കാൾസനെ ട്രിക്ക് ചെയ്തിട്ട് കാൾസനെ ഏതെങ്കിലും അബദ്ധത്തിലേക്ക് വീഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഓടായിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ് ഇവിടെ ക്രാംനിക്ക്. കിങ് സൈഡ് വീക്കൻ ചെയ്യാനാണ് ഇവിടെ ക്രാംനിക്കിൻ്റെ ശ്രമം. അപ്പോൾ കാൾസൺ എന്ത് ചെയ്യുന്നു? കാൾസൺ വന്നിട്ട് പോണിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. ഓക്കെ, ഇനി ചിലപ്പോൾ നൈറ്റിനെ ഇവിടേക്ക് F4 വന്ന് E6 അറ്റാക്ക് ചെയ്യാനായിരിക്കാം. ഇതൊക്കെയാണ് ക്രാംനിക്കിൻ്റെ ഐഡിയ എന്ന് കാൾസൺ വിചാരിക്കും. പക്ഷേ ക്രാംനിക്ക് നൈറ്റിനെ ജസ്റ്റ് C3 ഡെവലപ്പ് ചെയ്യുന്നു. എനിക്ക് ഒരു ധൃതിയില്ല, നൈറ്റ് F4, നൈറ്റ് E6 ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്താൽ മതി എന്ന് ഇവിടെ ക്രാംനിക്ക് പറയുന്നു. നൈറ്റ് F6 ക്യാൻസൽ ചെയ്യുന്നു. ആ ഒരു വീക്ക്നെസ് മാറി E5 പുഷ് ചെയ്ത് ഇപ്പം നല്ല സെൻട്രൽ കൺട്രോള് ഇവിടെ കാൾസൺ കൊണ്ടുവരികയാണ്. പക്ഷെ എങ്ങനെയാണ് ക്രാംനിക്ക് ഈ ഒരു പൊസിഷനെ ബെറ്റർ ആക്കി എടുക്കുന്നത്? ക്രാംനിക്ക് പോൺ വെച്ചെടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ കിട്ടുന്നു. നൈറ്റ് F4 കളിച്ച് ഇവിടെ ഫൈനലി നൈറ്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ബിഷപ്പിലേക്ക് അറ്റാക്ക് വരുന്നു. ബിഷപ്പ് F7 പോയിരിക്കുന്നു. റൂക്കിനെ E1 കളിച്ചിട്ട് ഈ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യൂൺ D6 ആണ് ഗെയിമിൽ കളിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ബിഷപ്പിനെ വെട്ടിയെടുത്താൽ മതി, അങ്ങനെ കളി മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ ഗെയിമിൽ ക്യൂൺ D6 കളിച്ചിട്ട് ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രാംനിക്ക് ഒരു ചെക്ക് കൊടുക്കുകയാണ്. ക്യൂൺ A4 കളിച്ചിട്ട് ഒരു ചെക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ C6 കൊണ്ടുവരുന്നത്. ഇവിടുത്തെ വേറെ മൂവ്സ് ഒന്നും നടക്കില്ല, ഒരു B5 പോലത്തെ മൂവ് നടക്കില്ല. കാരണം എന്താണ്? നൈറ്റ് ടേക്സ് B5 ഉണ്ട്, പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല. വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റൂക്ക് വീഴുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വൈറ്റിന് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് B5 എന്നുള്ള മൂവിന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നൈറ്റിനെ C6 കളിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇവിടെ വൈറ്റ് അല്ലെങ്കിൽ ക്രാംനിക്ക് അറ്റാക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ ക്രാംനിക്ക് ഇവിടെ കാര്യം ഒരു പോണിനെ E6 വെച്ചു കൊടുത്തെങ്കിലും ക്രാംനിക്കിൻ്റെ അറ്റാക്ക് ഇനി എങ്ങനെയാണ് കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരുപക്ഷെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ G6 E6 ഒക്കെ ഭാവിയിൽ കളിച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാൾസന്റെ കിങ്ങിന് ഭയങ്കര ഡിഫിക്കൽട്ടായി പോകും. ഇങ്ങനെ ഒരു മൂവ് കളിച്ചില്ലെങ്കിൽ ഇവിടെ ഈ ഒരു അറ്റാക്ക് തന്നെ വലിയ പ്രസക്തി ഇല്ലാതെ പോകും. ഇങ്ങനെ ഒരു ക്യാസിലൊക്കെ ചെയ്ത് കിങ് സൈഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെ ക്രാംനിക്കിന് ഇവിടെ ഒരു വിന്നിങ് അഡ്വാൻറ്റേജ് കൊണ്ടുവരാം? വീഡിയോ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്.
ഓക്കെ, ക്രാംനിക് കളിക്കുന്നു നൈറ്റ് B5. നൈറ്റ് B5ൻ്റെ ആദ്യത്തെ ത്രെട്ട് ക്യൂനിലേക്ക് തന്നെയാണ് അറ്റാക്ക്. C7ലേക്കും ത്രെട്ടൻ ചെയ്തു. നേരത്തെ കണ്ടപോലെ തന്നെ നൈറ്റിനെ എടുക്കാൻ പറ്റില്ല, ഇതങ്ങ് വീണു പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്യൂനിലേക്ക് അറ്റാക്കാണ്. ക്യൂൻ എന്താണ് ചെയ്യുന്നത്? ക്യൂൻ ജസ്റ്റ് D7ലേക്ക് മാറിയങ്ങ് നിൽക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ ക്രാംനിക്കിന് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുക? ഒരു ബ്രില്യൻ മൂവ് കളിച്ചു, നൈറ്റ് B5 വന്നിട്ട് ക്യൂവിനെ ഓടിച്ചു വിട്ടു. ഇനി എങ്ങനെയാണ് വീണ്ടും ഹരാസ് ചെയ്തിട്ട് ഒരവസരം കൊടുക്കാതെ ഇവിടെ കാൾസിനെ ക്യാസ്ൽ ചെയ്യാൻ അനുവദിക്കാതെ എങ്ങനെ ശ്വാസം മുട്ടിച്ച് ഇവിടെ ക്രാംനിക്ക് ജയിക്കാവുന്നതാണ്? ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയാലോ. ക്രാംനിക്ക് കളിക്കുന്ന ബ്രില്യൻ മൂവ് ബിഷപ്പ് F5. ക്യൂനിലേക്കാണ് അറ്റാക്ക്. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ ക്യൂൻ വെച്ച് ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് C7 ചെക്ക് വെച്ച് വേണമെങ്കിൽ റൂക്കിനെ വെട്ടാനായിരിക്കാം. അതും ഒരു പ്ലാൻ തന്നെയാണ്, അതും നല്ല നീക്കം തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല ഐഡിയ, പല ഐഡിയാസ് ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ക്യൂൻ വെച്ച് ബിഷപ്പിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നൈറ്റ് C7 ചെക്ക് നല്ല നീക്കം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ നല്ലൊരു നീക്കമുണ്ട്. ഏതാണ്? നൈറ്റ് D6 ചെക്ക്. നൈറ്റ് D6 ചെക്കിൽ ചെക്കുമാണ്, ക്യൂനിലേക്കും അറ്റാക്കാണ്. അപ്പോൾ ഇവിടെ ക്യൂൻ നേടുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും വൈറ്റിനൊരു വിന്നിങ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ് ഉണ്ട് ബിഷപ്പ് F5ന് ശേഷം. ഇനി ഈ മൂവ് തടുക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ല. E6 കളിച്ചു നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നൈറ്റ് വെച്ച് E6 പോണിനെ വെട്ടിയെടുത്താൽ മതി. ഇനി ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിയുമ്പോൾ റൂക്ക് വെച്ച് തിരികെ വെട്ടുന്നതാണ്. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ബിഷപ്പ് വെച്ച് മറച്ച് നോക്കി, ഓക്കെ എന്തായാലും കുറച്ച് പീസുകൾ പോയി, ഇനി ക്യാൻസൽ ചെയ്യാമെന്ന് സമാധാനത്തോടെ ഇരിക്കാമെന്ന് ഇവിടെ കാൾസൺ വിചാരിച്ചാൽ പോലും റൂക്ക് ടേക്സ് F6 എന്ന് പറഞ്ഞ ഒരു കിടലിനായിട്ടുള്ള മൂവ് ഉണ്ട്. ഇവിടെ ഒരു ഡിസ്കവേർഡ് അറ്റാക്കാണ്, ബിഷപ്പ് ക്യൂനിലേക്കും അറ്റാക്കാണ്. ആ നൈറ്റോടെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ക്രാംനിക്കിന് ടോട്ടലി ഒരു വിന്നിങ് പൊസിഷനാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, +3 ആണ് ഇവിടെ ക്രാംനിക്കിന് വരുന്ന പോയിന്റ്സ്. അപ്പോൾ ഈ പൊസിഷൻ എന്തായാലും ഇവിടെ വൈറ്റ് വിന്നിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ E6നും പോകുന്നില്ല. ഓക്കെ, ക്യൂൻ വെച്ചിട്ട് ഇവിടെ ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു ഇവിടെ കാൾസൺ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നൈറ്റ് D6 ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ചെക്കുമാണ്, ക്യൂനിലേക്കും അറ്റാക്കാണ്. വേറെ നിവർത്തിയൊന്നുമില്ല, കിങ് ജസ്റ്റ് മാറണം. ഇവിടെ നൈറ്റ് വെച്ച് ക്യൂവിനെ വെട്ടിയെടുത്തു. ഈ ഒരു പൊസിഷനിൽ കാൾസൺ തോൽവി സമ്മതിക്കുകയാണ്. പിന്നെ വീണ്ടും പറയേണ്ടത്, ഇതൊരു ബ്ലിറ്റ്സ് ഗെയിമാണ്. അപ്പോൾ ഇത് ഒരുപാട് അനലൈസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ എന്നാലും ക്രാംനിക്ക് ഈ ഒരു പ്രായത്തിലും തിരിച്ചു വന്ന് ഇതുപോലൊരു മനോഹരമായ ഗെയിം കളിക്കുന്നത് വളരെ കമൻറ്റബിൾ ആണ്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.